സായി കൺസിസ്റ്റൻറ്റ് സുദർശൻ. IPL കൺസിസ്റ്റൻ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം സായി സുദർശൻ ആയിരുന്നു. എന്നാൽ ടെസ്റ്റിലോട്ട് വരുമ്പോഴത്തേന് ആ ഒരു കൺസിസ്റ്റൻസി കാഴ്ചവെക്കാൻ സായി സുദർശന് കഴിയുന്നോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. കരുൺ നായർ ഇന്ന് ടീമിന് പുറത്താണ്. അജിത് അഗാക്കർ പറഞ്ഞു ഏജ് ഓവറാണ്, ഞങ്ങൾ പ്രതീക്ഷിച്ച ഒരു പ്രകടനം കരുൺ നായർ കാഴ്ചവെച്ചില്ല, സോ ഞങ്ങൾ ബാക്ക് ചെയ്യുന്നു സായി സുദർശനെ. നല്ല പ്ലെയർ തന്നെയാണ്, ഒരു സംശയമില്ല, ബാക്ക് ചെയ്യേണ്ട പ്ലെയറാണ്, അവസരങ്ങൾ കൊടുക്കേണ്ട പ്ലെയറാണ്. പക്ഷേ എത്ര അവസരങ്ങൾ സായി സുദർശനെ തേടി വരുമെന്ന് സായി സുദർശൻ തന്നെ പരിശോധിക്കുക. ദേവത് പടിക്കൽ വെളിയിലിരിപ്പുണ്ട്, സർഫറാസ് ഖാൻ വെളിയിരിപ്പുണ്ട്, ശ്രേയസ് അയ്യർ വെളിയിരിപ്പുണ്ട്, അഭിനവ് ഈശ്വരൻ പുറത്തിരിപ്പുണ്ട്. സോ കിട്ടുന്ന അവസരങ്ങൾ ഇന്ത്യൻ ടീമിൽ യൂട്ടിലൈസ് ചെയ്യാൻ സായി സുദർശന് കഴിഞ്ഞില്ല എങ്കിൽ പ്ലേയിങ് ഇലവനിൽ കാണാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമായിരിക്കും സായി സുദർശൻ. ഇന്നത്തെ ബാറ്റിംഗ് നോക്കുവാണെങ്കിൽ മറ്റൊരു ഫെയിലിയറിലോട്ട് സായി സുദർശൻ പോകുന്നു. സായി സുദർശൻ നോക്കുവാണെങ്കിൽ സ്പിന്നറായ ചേസ്, അതൊരു പാർട്ട് ടൈം ബോളറാണ്. ഒരു കട്ട് ഷോട്ട് കളിക്കാൻ പോകുന്നു, ലെഗ് ബിഫോർ ആയിട്ട് കയറി പോകേണ്ട ഒരു അവസ്ഥ. നോക്കുവാണെങ്കിൽ വളരെ ടെൻഷൻ എടുത്താണ് കളിക്കുന്നത്. KL രാഹുലിനെ റൺ ഔട്ട് ആക്കാൻ ഒരു ചാൻസ് കൊണ്ട് കൊടുക്കുന്നുണ്ട്. മേ ബി KL രാഹുലിനെ ഔട്ടാക്കി കയറ്റി വിട്ടേനെ സായി സുദർശൻ. ഫീൽഡിങ് വരുവാണെങ്കിൽ ഷോർട്ട് ലെഗിലാണ് സായി സുദർശനെ ഫീൽഡിങ്ങിൽ ഇട്ടത്. 2-3 ക്യാച്ച് ഷോർട്ട് ലെഗിൽ കൊണ്ട് കളയുന്നതായിട്ട് നമ്മൾ കണ്ടു. സോ ഇത് ഏർലി കോൾ ആയിരുന്നു സായി സുദർശൻ ടീമിലോട്ട് ഇട്ടതെന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട് സത്യം പറഞ്ഞാൽ. സോ സായി സുദർശനെ സംബന്ധിച്ചിടത്തോളം ഇനി സെക്കൻഡ് ഒരു ഇന്നിങ്സ് കളിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല ഇന്ത്യൻ ടീമിന്. അപ്പോൾ അടുത്ത ഒരു ചാൻസ് കൂടെ കിട്ടുമായിരിക്കും. നല്ലൊരു പ്രകടനം കാഴ്ചവെച്ച് ടീമിൽ നിലനിൽക്കാനുള്ള നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ സായി സുദർശന് കഴിയട്ടെ.